എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണ്? നമ്മളിപ്പോ വൈകുന്നേരം നമ്മൾ ചെറിയതായിട്ടൊന്ന് പുറത്തുനിന്നേക്ക് പോവാം, നടക്കാൻ പോകുന്നതല്ല മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ KFC കഴിക്കാൻ വേണ്ടി. അതെ, അനുവിനാണെങ്കിൽ ഇന്ന് ഭയങ്കര ഞാൻ പറയട്ടെ, അതല്ല ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് എന്റെ കഴുത്തുളുക്കി എനിക്ക് ഇങ്ങോട്ട് എനിക്ക് തിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ ഞങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്യണ്ടേ? ഓ അങ്ങനെ, അതിന് എനിക്ക് കുക്ക് ചെയ്യാൻ, ഞാൻ കുക്ക് ചെയ്ത് തരാതൊക്കെ പറപ്പിച്ച് പറഞ്ഞു വേണ്ട എനിക്ക് KFC വേണം. ഞാൻ പറഞ്ഞ എന്നാ പിന്നെ പിസ്സ വല്ലതും കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ അല്ല എനിക്ക് KFC തന്നെ കഴിക്കാം. അതല്ല ഞങ്ങള് അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല. ഇന്നലെ ചോറ് ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ നമ്മൾ ടോസ്റ്റ് കഴിച്ച് ഉച്ചയായപ്പോൾ നമ്മൾ ഇത്തിരി ചോറ് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങള് ഷെയർ ചെയ്ത് കഴിച്ചത് രണ്ടും കൂടെ. പിന്നെ ഇപ്പൊ വൈകുന്നേരം ആയപ്പോ ഒന്നുമില്ല കഴിക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്നോട് ഇന്നൊരു കഴിഞ്ഞാൽ നമുക്ക് പിസ്സ സാധനങ്ങൾ മേടിക്കാൻ പുറത്തു പോകാന്നായിരുന്നു വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് 4 മണിയൊക്കെ ആകുമ്പോൾ കട അടയ്ക്കുമല്ലോ. ഞങ്ങൾ ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ മടിച്ചിരുന്നതുകൊണ്ട് കടയിൽ പോയില്ല. അപ്പൊ പിന്നെ സാധനവും ഇല്ല. പിന്നെ നമ്മൾ എന്താണെങ്കിലും എന്തെങ്കിലും മേടിച്ച് കഴിക്കണം. അതെ, അപ്പൊ അങ്ങനെ KFC കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ബീച്ച് ഒന്ന് കറങ്ങാം. ഇവിടെ വാവ ജനിച്ചിട്ട് നമ്മൾ ടോക്കിയോ ബീച്ചിൽ പോയിട്ടില്ല. അപ്പൊ ബീച്ചും ഒന്ന് പോയി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം നടന്നിട്ടൊക്കെ നമുക്ക് KFC വാങ്ങി തിരിച്ചു തരാം അല്ലേ? അപ്പൊ അതാണ് പ്ലാൻ. അപ്പൊ വാവനെ ആദ്യമേ സെറ്റ് ആകണം, ഒരുക്കണം. എന്താ നിനക്ക് എന്താ പറയാനുള്ള പറ നമ്മൾ അതിനാ പോകുന്നേ. ലൈറ്റ് ഇല്ലല്ലേ? എടി നമ്മൾ അതിനാ പോകുന്നേന്ന്. നിനക്ക് 2 പീസ് മതി. അതിൽ കൂടുതലാണോ? 3 വേണോ? വേണ്ട, 2 മതി. ഇവക്ക് 2 പോരെ? മതി. എന്റെ പൊന്നെ, 2 കഴിച്ചാൽ മതി. 2 കുഞ്ഞു പീസ് തരാം. വലിയ പീസൊന്നും കഴിക്കാറായിട്ടില്ല വാവ. ലെറ്റ്സ് ഗോ. തൊപ്പിയൊക്കെ വെച്ചപ്പോ നല്ല ഭംഗിയുണ്ടല്ലേ? നമ്മൾ ഇതുവരെ തൊപ്പി വെച്ചിട്ടില്ല അല്ലേ? അവിടെ ജനിച്ച് കിട്ടിയപ്പോ തൊപ്പി കിട്ടിയതായിരുന്നു. പിന്നെ ഇപ്പഴാ തൊപ്പി കാത് മറക്കാനായിരുന്നു തൊപ്പി വെക്കാൻ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് വാക്സിൻ എടുക്കാനൊക്കെ പോയായിരുന്നു. വാക്സിൻ എടുത്തിട്ട് ഭാവിക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ ഞങ്ങൾ വിചാരിച്ച പനി വരുമോ എന്നൊക്കെ ഞങ്ങൾ പേടിച്ചായിരുന്നു. പക്ഷെ പനിയൊന്നും വന്നൊന്നുമില്ല. അവളെ ഓക്കെ ആയിരുന്നു. അവളതിനെ പറ്റി പിന്നെ ഓർക്കുന്നേ ഇല്ലാന്ന് തോന്നുന്നത്. വലിയ വേദന ഉള്ളതായിട്ടൊന്നും അവള് കാണിച്ചില്ല അല്ലേ? ഇല്ല, അവള് വലിയ വേദനയൊന്നും ആയിട്ട് കണ്ടുമില്ല. പിന്നെ ഇപ്പൊ അവള് കുറച്ചും കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ആയി വരുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മള് പഠിച്ചു വരുന്നത് നമ്മള് പഠിച്ചു വരുന്നതാണോ? അല്ല, അവള് പഠിച്ചു വരുന്നതായിരിക്കല്ലോ അല്ലേ? നമ്മളാണെങ്കിലും അവളുമായിട്ട് ഇച്ചിരി കൂടി കണക്ട് ആയി നമ്മളുടെ ഒരു അംഗം എന്നുള്ള രീതിയിൽ ഞാനും ഇപ്പം പകർന്നു ദൈവമേ. അപ്പൊ എനിക്കത് വെക്കാൻ വേണ്ടിട്ട് അവളുമായിട്ടപ്പോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരുന്നു. എന്താടൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പൊ അവള് കരയുമ്പോ എന്തിനാ കരയുന്നതെന്നൊരു ചെറിയ ഐഡിയ, വലിയ ഐഡിയ ഒന്നും ഇല്ല, ചെറിയതായിട്ട് നമ്മൾ പലതും ഒക്കെ ട്രൈ ചെയ്യാനൊക്കെ തുടങ്ങി അല്ലേ ചേച്ചി? ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഡേ ബൈ ഡേ ഇംപ്രൂവ് ആവുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. കൊള്ളാം, ഒരു പുതിയൊരു എക്സ്പീരിയൻസ്. ഞങ്ങൾ ഇപ്പോഴും ഉറങ്ങുന്നതൊക്കെ ഞങ്ങൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയ ഉറക്കങ്ങളൊക്കെയാണ്. ഞങ്ങൾ ശരിക്കും ഇവള് ഉറങ്ങുന്നുണ്ടാവുമായിരിക്കും. ഇവള് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും, അല്ല മീൻസ് റൊട്ടീൻ എന്ന രീതിയിൽ ടൈം പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവൾ ആ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങും. പിന്നെ ഒരു പാൽ കുടിക്കാനുള്ള നേരമൊക്കെ ആകുമ്പോഴേ അവളെ എണീക്കത്തുള്ളൂ. പക്ഷെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങുമ്പോഴേക്കും ഒരു 2-3 മണിയാവും. രാവിലെ എണീക്കുമ്പോഴേക്കും ഒരു 11 മണി 11:30 ആവും അല്ലേ? അപ്പൊ തന്നെ ദിവസം തീരാതായി. ഞങ്ങൾ പിന്നെ എണീറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാകുമ്പോഴേക്കും പിന്നെ വൈകുന്നേരമായി. അപ്പൊ പിന്നെ നമ്മുടെ എല്ലാ ദിവസങ്ങളും അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ ഇന്നലെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഇന്നലെ ഒരു 1.5 മാസത്തിന് ശേഷം ഡ്യൂട്ടിക്ക് പോയി നോക്കിയതാണ് എങ്ങനെയാണ് അനുവിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. പക്ഷെ അനു എങ്ങനെ ഉണ്ടായിരുന്നു? അനു നല്ലപോലെ ഹാൻഡിൽ ചെയ്തല്ലേ? ഇന്നലെ ഡ്യൂട്ടിക്ക് പോയിട്ട് ഞാൻ ശരിക്കും നല്ല രീതിയിൽ ആ ദിവസം നോക്കി ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു, ദൈവം എങ്ങനെയായിരിക്കും ഇത്, ഇവള് ഞാനും കൂടി ഒറ്റയ്ക്ക് വരും. പിന്നെ എനിക്ക് നേരത്തെ ആഴ്ചകളൊക്കെ വെച്ച് നോക്കുമ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അവളെ മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊരു ഇതുണ്ട്. പക്ഷെ ഇവള് ഭയങ്കരമായിട്ടും കരയുമ്പോൾ ഇവളെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ആട്ടി കൊണ്ടുവരണം. ചിലപ്പോൾ അവൾ ഇരുന്നാലൊന്നും അവൾ ഇതാവത്തില്ല. നമ്മൾ എണീറ്റ് നടക്കണം, കുലുക്കണം, പിടിച്ച് അങ്ങനെയൊക്കെ കുലുക്കണമെന്നല്ല, അങ്ങനെ ഭയങ്കരമായി നമ്മൾ ചെയ്യണം. അപ്പം ചിലപ്പോൾ എനിക്ക് വേദനകളൊക്കെ ഇന്ന് നടുവിനവിടെയൊക്കെ വേദന വരുമ്പോഴേക്കും എനിക്കത് ചെയ്യാനുള്ള ഒരു ഇത് വരത്തില്ല. അപ്പം അങ്ങനെയൊന്നും കരയല്ല ഈശോ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ അവൾ അന്നത്തെ ദിവസം ഭയങ്കര സുഖമായിരുന്നു. പക്ഷെ ഇച്ചുള്ളപ്പം അവൾ കട്ടിലയിൽ കിടന്നുറങ്ങിക്കോളും. ഈ രാവിലെ നമ്മൾ 11 മണി 11:30 എണീക്കും എന്ന് പറഞ്ഞില്ല, അപ്പം എണീക്കുമ്പോഴേ അവള് അങ്ങനെ എണീറ്റ് കട്ടിലയിൽ നിന്ന് വരാറുള്ളൂ. അല്ല അതുവരെ കട്ടിലയിൽ തന്നെ കിടന്നോളും ഇച്ചുള്ളപ്പം. പക്ഷേ ഞാൻ കട്ടിലയിൽ വെച്ച് പോയി കഴിഞ്ഞിട്ട് കിടത്താൻ നോക്കിയിട്ട് അവൾ കട്ടിലേ കിടക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മേത്ത് കിടത്തി ഞങ്ങൾ രണ്ടും കൂടി ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ 12:30 എണീറ്റ് വന്ന്
കൊള്ളായിരുന്നു, നല്ല രസമായിരുന്നു. ഞാൻ ഫുൾ ടൈം അവള് എണീറ്റാ അപ്പൊ തന്നെ അവളെ ഉറക്കും, അങ്ങനത്തെ രീതിയായിരുന്നു. അല്ല, എനിക്ക് അവള് എണീറ്റ് കുറച്ചു നേരം കണ്ണു തുറന്നിരിക്കുമ്പോഴേ എനിക്ക് ടെൻഷനാണ്. എനിക്ക് അവളെ എത്രയും പെട്ടെന്ന് ഉറക്കണം എന്നൊരു മെന്റാലിറ്റി. അല്ലെങ്കിൽ അവളെങ്ങാനും കൂടുതൽ വശമുള്ള അവള് കരയാൻ തുടങ്ങി വയലന്റ് ആയാലോ എന്നുള്ളൊരു പേടി കാരണം അവള് എണീക്കുമ്പോ പാല് കൊടുക്കും, അവളപ്പൊ തന്നെ ഞാൻ കുലുക്കി അവിടെ കിടത്തി കൊടുക്കും. അങ്ങനെ പിന്നെ ഞാൻ കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടേ ഇല്ല, ഞാൻ വെക്കാതെ വെച്ച് അവള് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് എണീക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടായിരുന്നു വെച്ചത്. ഞാൻ രാവിലെ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേക്കും ഞാൻ അപ്പം അവൾ ഉറങ്ങിയായിരുന്നു. അപ്പം ഞാൻ ചെറുതായിട്ട് താഴെ വെച്ച്, എന്നിട്ട് ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയി പല്ല് തേച്ച് വാ കഴുകാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും അവിടെ കാറിൽ തുടങ്ങി. ഞാൻ അപ്പം തന്നെ ഓടിച്ചത് അവൾ വയലന്റ് അവിടെ മുന്നേ. എന്നിട്ട് പിന്നെയും പാല് കൊടുത്ത് പിന്നെ അവൾ ഉറക്കി, പിന്നെയും കുറേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ വാ കഴുകാൻ വന്നത്. അല്ലാതെ ഞാൻ അവളെ താഴെ വെച്ചിട്ടേ ഇല്ല. പിന്നെ ഉച്ചയായപ്പോഴേക്കും ഭാഗ്യത്തിന് അവള് ഇത്തിരി നേരം ഉറങ്ങി. അപ്പോഴേക്കും ഞാൻ ഓടിപ്പോയി ചോറ് കഴിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ ഞാൻ കടത്തി കൂട്ടി. അങ്ങനെ സംസാരിച്ച് അവസാനം നമ്മൾ ടോർക്കി ബീച്ചിലെത്തി. അവൾ ഉറങ്ങി തുടങ്ങി. കാറിൽ കയറിയപ്പോഴേക്കും വാവ്, ഉറങ്ങാൻ പറ്റിയ ടൈം വന്നു. നല്ല ക്ലൈമറ്റ്. നല്ല സ്മെല്ല് ഫിഷ് ആൻഡ് ചിപ്സിന്റെ. ഇവിടെ ഒരു ഫേമസ് ഇതാണ് പി പോയിന്റ് എന്ന് പറഞ്ഞ അടിപൊളി മറ്റേ ഇത് കിട്ടുന്ന ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ കിട്ടും ഇവിടെ, അടിപൊളി. അപ്പൊ നമ്മളിവിടെ ആണെങ്കിൽ ബീച്ചിന്റെ ഫ്രണ്ടിൽ വന്ന് അവിടെ സണ്ണാണെങ്കിൽ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. നല്ല തിരക്കുണ്ടല്ലേ? നല്ല തിരക്കുണ്ട്, ആൾക്കാരൊക്കെ വന്ന് വൈബിങ് ആണ്. നല്ല സൂര്യനുള്ളതുകൊണ്ടേ നല്ല രസമുണ്ട് കാണാൻ. നീ കാണുന്നുണ്ടല്ലോ കടച്ച്. അയ്യോ സിസ്റ്റർ സിസ്റ്റർ എന്നൊന്നും പറയുമ്പോൾ അവൾ ഇച്ചിരി പോളിലോട്ടാക്കു. അവൾക്കപ്പ മറ്റേ ഇത് വരുന്നു, റിഫ്ലെക്സ് അങ്ങോട്ട് സൈഡിലേക്ക് ആവാനാണ്. ഇല്ല വന്നാ. ഓ വാട്ടർ റൊമാൻറ്റിക്. വാട്ടർ റൊമാൻറ്റിക് അങ്ങനെ പറഞ്ഞ അല്ല, ഇവിടെ അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ കൈക്കോർത്ത് പിടിച്ച് നടക്കുന്നു. റൊമാൻറ്റിക്, എന്നിട്ട് ബ്രിഡ്ജിൽ കൂടി റൊമാൻറ്റിക് ആയി നടക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നത് റിട്ടയർമെന്റ് ഏരിയ ആണ്, റിട്ടയർമെന്റ് സ്ഥലമാണ്. അതായത് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു ഔട്ടർ ഏരിയ ആണ് UK-ൽ. അപ്പോൾ കൂടുതലും ആൾക്കാർ ആഫ്റ്റർ റിട്ടയർമെന്റ് സെറ്റിൽ ആവാനായിട്ടൊക്കെ നോക്കുന്ന ഒരു സ്ഥലം കൂടെയാണല്ലേ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം. അതുകൊണ്ട് നമുക്ക് കൂടുതലും ഈ ഒരു ഓൾഡ് ജനറേഷനെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ലവ്വാ അല്ലേ? നമ്മളെ പോലെ അല്ലേ? അപ്പൊ ഇവിടെ അടിപൊളി ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു അടിപൊളി. ഞങ്ങൾ ഇതിനു മുമ്പ് നമ്മളിവിടെ ഫിഷിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതൊരു വുഡൻ ബ്രിഡ്ജ് ആണ്. അപ്പൊ ഇവിടെ സൈഡിൽ കാണുന്ന ഹാർബർ ആണ്. ഇവിടെ വലിയൊരു ഹാർബർ, ഇവിടെ ഒരു മറ്റേ ജോയിന്റ് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടെ ഇതിന്റെ അറ്റത്ത് വന്നിട്ടാണ് ഞങ്ങൾ ഫിഷിംഗ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ചുമ്മാ എന്തിനു വന്ന വോക്കിന് വന്നു. കുറെ നാൾക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് പ്രഗ്നന്റ് ആയിരുന്നപ്പോ എനിക്ക് തോന്നുന്നു മറ്റേ എബിയൊക്കെ ഇവിടെ വന്ന സമയത്താന്ന് തോന്നുന്നു, റോഷനും എല്ലാവരും വന്ന സമയത്താന്ന് തോന്നുന്നു നമ്മൾ ഇവിടെ വന്നു. ഇനിയിപ്പം എന്തായാലും നമ്മുടെ ചെക്കന്മാര് ഞങ്ങളുടെ 10-12 പേരോളം ഞങ്ങള് ഇവിടെ UK-ൽ ഞങ്ങളുടെ നാട്ടില് സെയിം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളവര്, എന്റെ മതിൽ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ടുള്ളവര് ഞങ്ങൾ ഇവിടെ ഒരു 10-12 പേരോളം ഞങ്ങൾ ഇവിടെ UK-ലുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗ്യാതറിംഗും പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് തന്നെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ എക്സൈറ്റഡ് ആണല്ലേ. നമ്മളെവിടെയൊക്കെ വീടെടുത്തിട്ടൊക്കെ താമസിക്കാം, ചില്ലിയാന്നൊക്കെ പറഞ്ഞാണ് പ്ലാൻ ചെയ്യുന്നത്. ഓ അത് നല്ല രസോടിയെന്നാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്റെ സൺസെറ്റും നിന്റെ സൺസെറ്റും സൂര്യന്റെ സൺസെറ്റും നിന്നെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ബ്യൂട്ടി. ഓ അതെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഫേസ്ബുക്ക് മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ബോട്ടുകൾ നമുക്ക് സെയിലിന് ഇട്ടേക്കണ കാണാം. പിന്നെ നമുക്ക് ബോട്ടൊക്കെ വാങ്ങാം. ഷിൻഡോ ചേട്ടൻ ഒരാൾക്ക് പറയായിരുന്നു ബോട്ടൊക്കെ വാങ്ങിയിടാൻ പോവാന്നൊക്കെ. അല്ലേ, നീ ഓർക്കുന്നുണ്ടോ? പൈസ പറയുന്നുണ്ടായിരുന്നു ഇത്രയും രൂപയുള്ളൂ ഞാൻ മേടിച്ചിട്ട് ഫിഷിങ്ങിന്റെ ബിസിനസ് തുടങ്ങാൻ പോകുന്നൊക്കെ ചേട്ടൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ സാധനമൊക്കെ ഇപ്പം തുടങ്ങിയില്ലേ, സമ്മറിന്റെ സമയമായപ്പോഴേക്കും കണ്ട് അത് ഓടിക്കുന്നുണ്ട് ഇപ്പം. അത് കുറച്ചുനാൾ ഊരി വെച്ചേക്കുവായിരുന്നു. അത് ഇടയ്ക്ക് ഇങ്ങനെ ഊരിക്കൊണ്ട് പോകും, ഡിസ്പാൻഡിൽ ചെയ്തിട്ട് അറിയില്ല. അങ്ങനെ അത് ഫിക്സ്ഡ് ആയിരുന്നു ഒരിടയ്ക്ക്, പിന്നെ അത് ഇടയ്ക്ക് ഊരിക്കൊണ്ട് പോകും. പക്ഷെ ഉണ്ടല്ലോ ഇന്നേ വരെ ഞാൻ ഒരാൾ പോലും കേറിയിരുന്ന് കണ്ട ഇപ്പൊ അവിടെ ഉണ്ട്. ഞാൻ സൈഡിൽ കാണുന്ന ഓയിസ്റ്റർ കണ്ട മൊത്തം ഓയിസ്റ്റർ അല്ലേ അത്? അവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഓയിസ്റ്ററുകൾ ഇങ്ങനെ ഈ ഒരു ഭിത്തിയോട് ചേർന്ന് ഇങ്ങനെ ഈ അറ്റം തൊട്ട് അറ്റം വരെ ഇങ്ങനെ കിടക്കണതാണ്. ആരും എടുക്കുന്നില്ല, ഇതേ മീനൊക്കെ ഓടി പോകുന്നുണ്ട്. നോ ഫിഷിങ്ങിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഉണ്ടല്ലേ, വൈദ്യ വരച്ച കുളമാക്കി വെച്ച്. അങ്ങനെ ഞങ്ങള് അടിപൊളി ഒരു ഈവനിങ് ഞങ്ങള് കുറെ നേരം സംസാരിച്ചൊക്കെ ഇരുന്നല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു? അതെന്തൊക്കെ കാര്യങ്ങൾ? ഓ നോ, അത് കുറച്ച് പേഴ്സണൽ ആട്ടോ, അത് കാരണം പറയാൻ പറ്റത്തില്ല. ഉസ്തമിക്കാൻ പോവാണ് സൂര്യനെ. അപ്പൊ ഉസ്തമിക്കാൻ പോവാണ്, ഉസ്തമിക്കാൻ വേണ്ടിട്ടാണ്.
വിശന്നിട്ടാവോ തോന്നുന്നത് നാക്കൊളുക്കുന്നത്. അപ്പൊ അങ്ങനെ അത് ഇടിക്കാൻ കംപ്ലീറ്റ് കിട്ടും. ഇല്ല, ഐ ആം എ ഗുഡ് ഡ്രൈവർ. ലൈസൻസ് ഉണ്ടോ നിനക്ക്? യെസ്, ഐ ഹാവ്. മദേഴ്സ് ഡോണ്ട് നീഡ് ലൈസൻസ്. അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, നമ്മള് കുറെ നാൾ ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഈ ടൈം എന്ന് പറയുന്നത്. പക്ഷെ ജോലിക്കൊന്നും പോവാതെ വെറുതെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കാൻ പറ്റുന്ന രീതിയിൽ. അതാ പറഞ്ഞു, നമുക്ക് കിട്ടിയ ടൈം. പക്ഷെ ആ ടൈം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം നോട്ടീസ് ചെയ്താ? ആ ജൈന്റ് വീലിലെ ആളുള്ളതില് 360 ഡിഗ്രിയിൽ കറങ്ങുന്നുണ്ട്. അതിലെങ്ങനെ നോട്ടീസ് ചെയ്യാനാ? ഇത് ആൾക്കാർ ഉണ്ടാവാറില്ലല്ലോ. അല്ലടി ഇപ്പൊ ഉള്ളത് നോക്ക് നീ. എവിടെ? ശരിയല്ല, അതൊക്കെ കറങ്ങുന്നു. ആളുള്ളത് എങ്ങനെ ഈ 360 തോന്നുന്നല്ലേ? ഇപ്പൊ നമ്മളാണെങ്കിൽ ഇവിടെ ജൈന്റ് വീലില് കറങ്ങുന്നുണ്ട്. ഇല്ല, എല്ലാം കറങ്ങുന്നില്ല. ആളുള്ളത് മാത്രമേ കറങ്ങുന്നുള്ളൂ. ആളുള്ള എല്ലാം കറങ്ങുന്നില്ല. ഇല്ലല്ലേ, അത് മാത്രമേ കറങ്ങുന്നുള്ളൂ. അങ്ങനെ അത് കൊള്ളാലോ. അതിന്റെ താഴത്തേം കറങ്ങിട്ടേ അതും കറങ്ങുന്നുണ്ട്. അതായിരിക്കും അത് മാത്രം എങ്ങനെ കറങ്ങുന്നത്? അറിയില്ല. ഇത് കാണാൻ മറ്റേ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓർമ്മ തന്നെ. പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്നു. ഇവിടെ അല്ലായിരുന്നു മറ്റേ ആ ലൈറ്റിംഗ്സിന്റെ സംഭവത്തിലൊക്കെ ചാടിക്കളിച്ചതൊക്കെ. ഇതിപ്പോ നമ്മൾ കൊച്ചുമായിട്ട് ഇവിടെ വന്നു. ഇതിൽ കൂടി നമുക്ക് ചാടാൻ പറ്റില്ല. കഴിഞ്ഞ ക്രിസ്മസിന്. ഈ ക്രിസ്മസ് കഴിഞ്ഞ ക്രിസ്മസിന്. ശരിയല്ലേ, ഈ വർഷം കഴിഞ്ഞു പോയത്. ഇപ്പൊ തന്നെ നമ്മള് ഇത്രയായി. ഏത് മാസം ഇതൊക്കെ? ഇതിപ്പോ ജൂലൈ ആയല്ലേ? പോയാലോ? യെസ്. വിശക്കുന്നുണ്ടോ? വിശപ്പിന്റെ വിളിയാവരുന്നു. അതെ. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ഇവിടെ വന്നിട്ട് കുറെ നേരം ഈ ജൈന്റ് വീലിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറെ നേരം കണ്ട് ടൈം ലാപ്സ് വെച്ചേക്കുമായിരുന്നു. അത് 10 മിനിറ്റോളം ഇട്ടിരുന്നു. 10 മിനിറ്റ് 8 മിനിറ്റ് ആണ് ഇത് കറങ്ങുന്നത്. 2 റൗണ്ട് ഒരു റൗണ്ട് കറങ്ങുന്ന 4 മിനിറ്റ് പറഞ്ഞത്. ഇതെല്ലാം ഞങ്ങളിരുന്ന് നോക്കി പഠിച്ച്. അപ്പൊ ഇനി നമ്മളെന്താ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി KFC കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇനിയിപ്പം അനുവിന് കടയിൽ നിന്ന് കഴിക്കണം, വീട്ടിൽ പോയി കഴിച്ചാൽ മതിയാ? വീട്ടിൽ പോയിട്ട്. അനുവിന് വീട്ടിൽ നിന്ന് കഴിക്കാനാണ് അവൾക്ക് ഇഷ്ടം. അവൾക്ക് കടയിൽ നിന്ന് കഴിക്കണം ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് TV ഒക്കെ കണ്ട് കഴിക്കാമല്ലോ. അയ്യോ, പെടലി ഒതുക്കിയത് കാരണം TV ഒക്കെ പെടലി. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നേരെ KFC പോയിട്ട് ഫുഡ് വാങ്ങിട്ട് വരാം. ഇതാണെങ്കിൽ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പാർക്കിംഗ് കുറച്ച് സീനാണ്. അപ്പോൾ ഞാൻ തന്നെ ഇരുന്ന് അനു പോയിട്ട് ഫുഡ് കളക്ട് ചെയ്തിട്ട് വരും. പണ്ട് ഞാൻ ഫുഡ് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ചെയ്യാറില്ല, പണ്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ചെയ്തിട്ടുള്ള സമയത്ത് എനിക്ക് ഇവിടെ കിടന്നിട്ട് എനിക്ക് ഫൈൻ കിട്ടിയായിരുന്നു. വണ്ടി ഇട്ടിട്ട് പോയിട്ട് ഞാൻ KFCയിൽ ഓർഡർ ഉണ്ടായിരുന്നു. ഓർഡർ എടുക്കാൻ പോയിട്ട് വന്നപ്പോൾ ഫൈൻ അടിച്ചു കിട്ടി. അങ്ങനെ ഒരു സംഭവം. അത് കാരണം എനിക്ക് ഇവിടെ വണ്ടി ഇടാനായിട്ടൊരു പേടിയല്ല, ഒരു എന്തിനാ ഫൈൻ കൊടുക്കണമെന്ന് ഓർത്തിട്ടൊരു മടി. അത് കാരണം അനുവിനെ പറഞ്ഞിട്ട് അനു പോയി മേടിച്ചിട്ട് വരും. അത് ഇപ്പോൾ സമയം 9:30 മണിയായി. ഞങ്ങൾ വീട്ടിൽ നിന്ന് 5:30-6 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ ബീച്ചിൽ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. നല്ല ക്വാളിറ്റി ടീം ഞങ്ങൾക്ക് കിട്ടി സത്യം പറഞ്ഞാൽ. വാവയായിട്ടും എന്താ പറഞ്ഞാൽ കുഞ്ഞിനെ എണ്ണീറ്റ്. ഇപ്പം ഇരുട്ടായിക്കൊണ്ടിരിക്കുക. ഇതൊരു മെയിൻ സിറ്റിയാണ്, ഇവിടുത്തെ മെയിൻ സിറ്റിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ വണ്ടി കുറച്ച് കൺജസ്റ്റഡ് ആണ്, പാർക്കിംഗ് പരിപാടിയൊക്കെ. കിട്ടിയാ എല്ലാം വഴക്കൊന്നുമില്ലായിരുന്നു. KFC അത് ഞാൻ ചുമ്മാ കയറി പോകാൻ വേണ്ടിട്ട്. സ്മെൽ വിശക്കുന്നുണ്ടോ? ഞാൻ ഓർത്ത് ഞാൻ അവിടെ തലറങ്ങി വീഴുമായിരിക്കും. അവരോടാണെങ്കിൽ ചോദിച്ചപ്പോൾ അവർ 3 സെക്കൻഡ്സ് എന്നൊക്കെ പറഞ്ഞത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അല്ലേ? KFC ബക്കറ്റാണോ? ബക്കറ്റ് തരാത്ത മെയിനായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത മറ്റേ ചിക്കൻ വിങ്സ് ഇല്ലേ? ഇവിടുത്തെ ചിക്കൻ വിങ്സ് അല്ലേ ഏറ്റവും നല്ലത് തന്നെ? നിനക്കതാണല്ലോ ഇഷ്ടം, മറ്റേ ഇഷ്ടമല്ലല്ലോ. ഓ ദാറ്റിച്ച് എങ്ങനെയുണ്ട്? ക്രിസ്പി കുഞ്ഞൊരു പീസ് എടുത്ത് ടൊമാറ്റോ സോസ് മുക്കി അടിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്.